അനുഗ്രഹീതമായി പകലിൽ പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ ലഭിച്ച ഈ അനുഗ്രഹീത നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഇതിന് എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ കർത്താവിന് സർവ്വമഹത്വവും മാനവും ആരാധനയും അർപ്പിക്കുന്നതോടൊപ്പം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നമുക്കറിയാം നമ്മളിന്ന് വളരെ തിടുക്കത്തോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് ലോർഡ് സ്തോത്രം. വളരെ വേഗത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകി ഒരു ചിന്ത ഓർപ്പിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം, പ്രൈസ് ലോർഡ് സ്തോത്രം, 6-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെറമിയ, ചാപ്റ്റർ 6 വേഴ്സ് 16, 16-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരും, പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ബൈബിൾ ഇല്ലാത്തവർ പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ എല്ലാവർക്കും ബൈബിൾ തരും. എല്ലാവരും ആ വേദഭാഗം ഒന്നെടുത്ത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, യൗവനക്കാർ, എല്ലാവരും. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 6 വേഴ്സ് 16. ഞാൻ പറയുന്ന ഈ വാക്യങ്ങളെല്ലാം അടുത്ത ആഴ്ചയിൽ ചോദിക്കും, മെമ്മറൈസ് ചെയ്ത് വരണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. 6:16 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അത് നിർത്തി നമ്മളൊന്ന് വായിച്ചിട്ട് പ്രൈസ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇന്ന് പകലിൽ ഒരു ടൈറ്റിൽ ഈ മെസ്സേജിന് കൊടുക്കുകയാണെങ്കിൽ, വി ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ക്രോസ് റോഡ്. നാം ഒരു ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ 4 വഴികളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമ്മളതിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽക്കാലം തിരുവചനം അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് ഒത്തിരി സമയങ്ങൾ പ്രൈസ് ദി ലോർഡ് കർത്താവിനോട് ചോദിച്ചു, എന്താപ്പാ സ്തോത്രം, ഇത് വളരെ ഗൗരവത്തോടും ഒരു വലിയ പദവിയായി സ്വീകരിക്കുന്നത് കൊണ്ട് പലപ്പോഴും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞ് മാറും. കാരണം പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും സാവകാശമില്ലെങ്കിൽ തീർച്ചയായിട്ടും മാറും. എന്നാൽ അങ്ങനെ ഒരു സമയം എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഒരിക്കലും അത് വേണ്ട എന്ന് പറയത്തില്ല. ദൈവസന്നിധിയിൽ പറഞ്ഞ അനേക വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നെങ്കിലും ദൈവാത്മാവ് ശക്തമായി എൻ്റെ കാതുകളിൽ മുഴക്കിയൊരു ശബ്ദമാണ്, കുഞ്ഞെ, യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ക്രോസ് റോഡ്. എന്നാൽ അവിടെ നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം അവന് കാണിച്ചു കൊടുക്കുന്നൊരു വഴിയുണ്ട്. ആ വഴിയെ നോക്കിയിട്ട് അവൻ പറയുക, ഞാൻ അതിൽ കൂടി പോകത്തില്ല, ഞാൻ അതിൽ കടക്കത്തില്ല. ഇന്ന് പകലിൽ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ, ആരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാ. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്നറിയാത്ത ചില ചോദ്യങ്ങളുമായി. കുഞ്ഞുങ്ങളാകാം, യൗവനക്കാരാകാം. കുഞ്ഞുങ്ങൾ ഫ്രണ്ട് റോ, ഫസ്റ്റ് റോ. മോളെ ചക്രക്കുട്ട, ഹലോ മോളെ, പെണ്ണുമോളെ, ഇങ്ങോട്ട് നോക്ക് കേട്ടോ. അങ്കിളിനെ നോക്കിയിരിക്കണേ. ഇനി ഒരു കോൺവെർസേഷനും ഇല്ല. ഇത് നിങ്ങൾക്ക് കൂടെ ഉള്ളതാ, ശ്രദ്ധിച്ചിരിക്കണം, ഫൈൻ അടിക്കും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മളൊരു ക്രോസ് റോഡിൽ നിന്നിട്ട് അപ്പനോട് കരയുക, അപ്പനോട് പ്രാർത്ഥിക്കുക, അപ്പ എനിക്ക് വഴി കാണിച്ചു തരണം. അപ്പൻ വഴി കാണിച്ചു തന്നു. അപ്പോൾ പറയാം, ഞാൻ പക്ഷെ അങ്ങോട്ട് കയറത്തില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ചില പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കാണിച്ചു തരണം. ഒത്തിരി പ്രാർത്ഥന ഏറ്റവും ഒടുവിൽ പറയും, പക്ഷെ അത് സാറാമ്പ തന്നെ ആയിരിക്കണം എന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കുന്നത് പോലെ നമ്മൾ വന്നു നിൽക്കുന്നത്, പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുന്നത് ചില പ്രീ കണ്ടീഷൻഡ് മൈൻഡോടുകൂടെയാണ് എന്ന് ഇന്ന് പകലിൽ നാം വ്യക്തമായി അറിയണം.
നീ ആഗ്രഹിക്കുന്ന ആൻസർ നിന്റെ മുൻപിൽ വന്നില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് മറുതലിച്ചു നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്റെ മുൻപിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് മാത്രമല്ല, ഞാൻ നിന്നെ അതിലൂടെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് മാത്രമല്ല, എന്റെ കർത്താവ് പറഞ്ഞത് ഞാൻ അതിൽ കൂടെ നിന്നെ നടത്തുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മിസ്രയീമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ചെങ്കടലിന് മുൻപിൽ അവർ നിൽക്കുകയാ. പക്ഷെ അവർ നോക്കുന്ന 3 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് പുറകോട്ട്, ഒന്ന് വലത്തോട്ട്, ഒന്ന് ഇടത്തോട്ട്. മുൻപോട്ട് നോക്കുവാൻ വഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് നോക്കിയാൽ ഫറവോനും സൈന്യവും അവന്റെ പിന്നിലുണ്ട്. നമ്മളെ ഇതുവരെ എത്തിച്ചവർ നമ്മുടെ പുറകിലുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ കയറുവാൻ കഴിയാത്ത ചെങ്കുത്തായ മലകളാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ വഴി ഈ 3 നിന്നെ ഇവിടെ കൊണ്ടുവന്നവൻ ഈ ചെങ്കടലിന്റെ അടിയിൽ നിനക്ക് വേണ്ടി കടക്കുവാൻ, നിനക്ക് വേണ്ടി നടന്നു പോകുവാൻ ഒരു പാത ഇട്ടിട്ട എന്റെ അപ്പൻ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ ക്രോസ് റോഡിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞവൻ നിന്നെ കൊണ്ടെത്തിക്കും എന്നാൽ അവന്റെ വാക്കിന് നീ ചെവി കൊടുത്തേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണമെങ്കിൽ കർത്താവിന്റെ ദാസനോട് പറയാം, ദേവദാസനെ ഇങ്ങനൊരു വിഷയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ട് അതിനോടൊപ്പം താൻ കടന്നു വന്ന തൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ചില ഗൈഡൻസ് നൽകും. പ്രൈസ് നല്ലതാ. സ്തോത്രം, നല്ലതാ. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കും ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു. സ്തോത്രം. ഇപ്പോൾ അതിനേക്കാളും അഡ്വാൻസ് ആയി. ചാറ്റ് ജിപിടിയോട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്ലിയർ ആൻസർ അങ്ങ് തൈ തരും. പ്രൈസ് ദി ലോർഡ്. അകത്ത് കിടക്കുന്ന ബെൻസിലോട്ട് കയറി ഒരു 110 വെച്ച് അങ്ങ് പിടിപ്പിക്കും. നേരെ പോകുന്നത് ലോ ഫേമിലോട്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ ഡോക്ടറുടെ ഓഫീസിലോട്ട്. എന്നാൽ ഇന്ന് പകലിൽ നീ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, നീ നിലവിളിക്കുവാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് പോകേണ്ടുന്ന സ്റ്റെപ്പുകൾ എന്റെ അപ്പൻ നിനക്ക് കാണിച്ചു തരും. നിശ്ചയമാ. എനിക്കറിയില്ല, ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ചില ക്രോസ് റോഡുകളിൽ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവര്, കർത്താവ് നിന്റെ കാതുകളിൽ മന്ത്രിച്ച ശബ്ദത്തിന് മുൻപിൽ പോലും നീ ചെവി കൊടുക്കാതെ പുറകോട്ടോടുകയാ. ഇന്ന് പകലിൽ ഒരുപക്ഷെങ്കിൽ this may be the last message. Praise the Lord. Hallelujah. Praise the Lord. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം. ഈ കുറിവാക്ക് മറക്കരുത്. അതിന്റെ അവസാന വാക്ക് പ്രത്യേകം മറക്കരുത്. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പേര് അവിടെ എഴുതി വെച്ചിട്ട് പറയാം, ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ മുൻപിൽ കടന്നു പോകേണ്ട വഴി എൻ്റെ അപ്പൻ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഇതല്ല ഞാൻ ചോദിച്ചേ. അല്ലേ, ഈ ജോലി അല്ലല്ലോ ഞാൻ ചോദിച്ചേ, ഞാനിതല്ല ചോദിച്ചേ, ഇതല്ല, ഈ വീടല്ല ഞാൻ ചോദിച്ചേ, സ്തോത്രം, ഈ ഓഫീസല്ല ഞാൻ കണ്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാംഗ്ലൂരിൽ ഞാനൊരു പ്രൈസ് ഒരു പയ്യനെ ഹയർ ചെയ്തു. ഡൽഹിയിൽ നിന്നാവും വന്നപ്പം നമ്മുടെ ഓഫീസ് ഒരു 10,000 സ്ക്വയർ ഫുട്ട് ഉണ്ട്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ചെറിയ ഓഫീസാണ്, ഞാൻ വലിയ ഓഫീസിൽ നിന്ന് ജോലി ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പാക്കപ്പ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു വിട്ടു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് ജോയിൻ ചെയ്തു. എപ്പോഴാണെന്നറിയാമോ? കോവിഡ് ടൈമിൽ. ഇപ്പോൾ ജോലി ചെയ്യുന്ന എവിടെ വെച്ചെന്നറിയാമോ? വീടിൻ്റെ അടുക്കളയിരുന്ന്. അവനിത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നല്ലതാ. ഇപ്പോൾ ജോലി ചെയ്യുന്ന എവിടാ? വീടിൻ്റെ അടുക്കളയിരുന്ന്. സ്തോത്രം. ചിലത് നോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നീ നഷ്ടപ്പെടുത്തുന്നത് ദൈവം നിന്റെ മുമ്പിൽ പറഞ്ഞ വഴിയാ. ചെങ്കടലോട്ട് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇതാ നിന്റെ വഴി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 42:16.
ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. അന്നേരം നമ്മൾ പറയാം, അത് കുരുടന് വഴി അറിയത്തില്ലല്ലോ, കുരുടന് വഴി അറിയത്തില്ല, അപ്പോൾ അവർക്ക് അറിയാത്ത വഴിയിൽ നടത്തും. അതതിൻ്റെ അർത്ഥം. ഇന്ന് പകൽ ഈ കുരുടൻ്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് എടുത്തു വെക്കാം. നമ്മളെ ഒന്ന് എടുത്തു വെച്ചിട്ട് നമ്മുടെ ആത്മീക കുരുട, പ്രവാചകന്റെ അടുക്കൽ നിൽക്കുന്ന ശിഷ്യന് പ്രവാചകന് ചുറ്റും ഇറങ്ങി നിൽക്കുന്ന അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും കാണാൻ കഴിയാത്തൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ കുരുടനാ. അവൻ്റെ ആത്മീക കുരുടത്വം കാരണം പ്രവാചകന് ചുറ്റും ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ പറയുക, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഇന്ന് പകലിൽ നാം പ്രാർത്ഥിക്കണം, എൻ്റെ ആത്മീക കണ്ണ് എനിക്കൊന്ന് തുറക്കണമപ്പാ. നിന്റെ വഴികൾ കാണേണ്ടതിന്, നിനക്ക് എന്നോടുള്ള ആലോചന വാഗ്ദത്തം കാണേണ്ടതിന് എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് ഇന്ന് നിലവിളിച്ചാൽ ദൈവം നിന്റെ കണ്ണ് തുറക്കും. ഒരൊറ്റ പ്രവാചകനും നിന്റെ തലേ കൈവച്ച് നിന്നെ തലപിടിച്ച് കുലുക്കണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് നീ നിലവിളിച്ചാൽ മതി, എൻ്റെ കർത്താവ് നിന്റെ കണ്ണ് തുറക്കും. ഇതുവരെ നീ കാണാത്ത ചില വഴികൾ. സ്തോത്രം. ഇതൊരു പ്രവചന ദൂതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി നിങ്ങൾ ആരും ഏറ്റെടുത്തില്ലെങ്കിലും ഞാൻ ഈ വചനം ഏറ്റെടുക്കുകയാ. ഈ ദിനങ്ങളിൽ ഞാൻ ഇതുവരെ കടന്നു പോകാത്ത, ഞാൻ ഇതുവരെ നിൽക്കാത്ത ചില വഴികളിൽ എൻ്റെ കർത്താവ് എന്നെ നടത്തും, എന്നെ നിർത്തും, എൻ്റെ തലമുറകളെ നിർത്തും, എൻ്റെ തലമുറകളെ നടത്തുമെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭയെ ഇതുവരെ നാം ചെന്നെത്തിയിട്ടില്ലാത്ത ചില ഭവനങ്ങളിൽ എൻ്റെ ദൈവം നമ്മളെ കയറ്റി നിർത്തും നിശ്ചയമോ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക. ഇതുവരെ നാം കാണാത്ത ചില ഭവനങ്ങൾ, ഇതുവരെ നാം കയറാത്ത ചില ഭവനങ്ങൾ നാം കയറി നിൽക്കും. ഇതുവരെ നാം നിൽക്കാത്ത, പ്രാർത്ഥിക്കാത്ത ചില സിറ്റികളിൽ, ചില പട്ടണങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ നിർത്തും. ഞാനൊരു കുരുടനാ. പ്രൈസ് ദി ലോർഡ്. സമ്മതിക്കാമോ? ഇവിടെ വരുമ്പോഴാ ആര് പറഞ്ഞു കുരുടനാ? 2020 എനിക്കുള്ളേ. സ്തോത്രം. ഈ 2020 കൊണ്ട് കുഞ്ഞെ നിന്റെ ആയുസ് നീ ഒരു സ്റ്റെപ്പ് വെക്കത്തില്ല. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ ചോദിക്കും. ദൈവാത്മാവ് പറയത്ത ഒരൊറ്റ വാക്ക് ഞാൻ ഇന്നിവിടെ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി നോട്ട്സ് അവിടെ ഇരിപ്പുണ്ട്. ഈ ഒരൊറ്റ നോട്ട്സും ഇന്ന് പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിന്റെ 2020 വിഷൻ ഇന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ കുരുടനാണെന്ന് സമ്മതിച്ചാൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിന്നോട് പറയുന്നു, നീ ഇതുവരെ കാണാത്ത വഴിയിൽ. മെഡിക്കൽ ഡോക്ടർമാർ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കാണും, നിനക്കൊരു തലമുറയില്ലെന്ന്. മെഡിക്കൽ സയൻസിനെ മാറ്റി എഴുതുവാൻ കഴിയുന്ന എൻ്റെ അപ്പൻ പറയുന്നു, നീ കാണാത്തൊരു വഴി ഞാൻ നിന്നെ കാണിക്കും. നീ നിൽക്കാത്തൊരു വഴിയിൽ ഞാൻ നിന്നെ നിർത്തും. ഞാൻ കുരുടന്മാരെ അവൻ അറിയാത്ത വഴിയിൽ നടത്തും. അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഇന്നുവരെ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് സെയിം റോഡുകളല്ലേ ഓടുന്നേ, സെയിം ഓഫീസിലോട്ടല്ലേ പോകുന്നേ, സെയിം ഹോസ്പിറ്റലിലോട്ടല്ലേ പോകുന്നേ, സെയിം പാതകളിലൂടെ സഞ്ചരിക്കുന്നേ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോഴേ പെട്ടെന്ന് നാട്ടുഭാഷ പറഞ്ഞ അകത്തൊരു ലഡു പൊട്ടി. അപ്പം എൻ്റെ ഭൗമിക നന്മകളുടെ അടുത്ത ലെവൽ കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് നിലവിളിച്ചേ. നീ ചില വ്യക്തികളുടെ മുൻപിൽ ചെന്ന് നിന്ന് നീ അവരോട് ഒരൊറ്റ വാക്ക്, നിന്റെ സാക്ഷ്യം ഒരൊറ്റ വാക്കിൽ പറയുമ്പോൾ അവർ നിന്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ട് പറയും, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരർത്ഥം, ഒരു പർപ്പസ് എൻ്റെ കർത്താവ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ കുരുടനായാലും കൊള്ളാം, കുരുടനല്ലാലും കൊള്ളാം, നിന്നെ എത്തിക്കൊണ്ട് സ്ഥാനം എനിക്കറിയാം. ഞാൻ അവിടെ നിന്നെ കൊണ്ടെത്തിക്കും. നീ ഇതുവരെ പോകാത്ത വഴിയിൽ, നീ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും. ആരുടെ മുൻപിലാ? കുരുടൻ്റെ. 2020 ഐ വിഷനും കൊണ്ട് നടക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നേ.
സ്തോത്രം. നിഗളികളുടെ കാര്യമല്ല ദൈവം പറയുന്നത്. ആത്മീക നിഗളത്തിന്റെ ഉത്തുംഗതകൾ നിൽക്കുന്നവരെ കുറിച്ചല്ല ദൈവം പറയുന്നത്. അപ്പാ, എന്നെ ഒന്ന് പിടിച്ചോണം, എനിക്ക് മുൻപോട്ട് പോകാൻ അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എനിക്ക് എടുത്തു വെക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ എന്റെ കർത്താവ് അറിയാത്ത വഴികളിൽ നടത്തുവാൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ക്രോസ് റോഡിൽ വന്ന് നിന്നിട്ട്, അപ്പം എനിക്കറിയത്തില്ല, നിങ്ങളാരും ചെയ്ത് കാണത്തില്ല, പക്ഷേ ഞാൻ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്, ഞാൻ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. അപ്പം രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രാത്രി അവസാനിക്കാതിരുന്നിരുന്നെങ്കിൽ അടുത്ത പ്രഭാതം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഈ രാത്രി അവസാനിക്കാതിരുന്നില്ലെങ്കിൽ എന്ന് നിലവിളിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് എനിക്കൊരു പുതിയ പ്രഭാതത്തെ തന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന്, രാവാർത്തുവെങ്കിൽ ഉഷസ്സിൽ ആനന്ദഘോഷം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരപ്പൻ പറയുക, നീ ഇതുവരെ പോകാത്ത വഴിയിൽ ഞാൻ നിന്നെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അവർ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. കുഞ്ഞെ, നിന്റെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു മഹാപർവ്വതം പോലെ ചില വിഷയങ്ങൾ നിന്റെ മുൻപിൽ നിൽക്കുകയാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്നത് നിന്റെ വാഗ്ദത്തം തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ നീ യെരിഹോ മതിലിന്റെ ഇപ്പുറത്ത് നിൽക്കുകയാ. ഈ മതിലിനപ്പുറമാ നിന്റെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്നോർത്ത് നീ ഭാരപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, എന്റെ അപ്പൻ പറയും, സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ഇന്ന് നിന്റെ പേര് മാറ്റുവാൻ പോകുക. നിന്റെ പേര് സമഭൂമി. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപിൽ, ഹല്ലേലൂയ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ തലമുറകളുടെ തകർച്ച കാണുവാൻ, ഹല്ലേലൂയ, വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടകൾ ഇന്നു രാത്രി, ഇന്നു പകലിൽ തകർന്നടിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ? 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 പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെ വിളിച്ചിവിടം വരെ കൊണ്ടുവന്നത് എൻ്റെ അപ്പനാണെങ്കിൽ അവൻ ഈ വാഗ്ദത്തത്തിൽ നിന്നെ കയറ്റി നിർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിശ്വസിക്കുമോ? ഒന്ന് വിശ്വസിക്കുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ആമസോണിൽ നമുക്ക് ഇഷ്ടം പോലെ ബുക്സ് വാങ്ങാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാർൺസ് ആൻഡ് നോബിൾസിൽ പോയി ഇഷ്ടം പോലെ കിട്ടും. ചില ബുക്കിൻ്റെ പേര് കേട്ടാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നത്തില്ല. AI for Dummies. സ്തോത്രം. AI for Dummies. ബൈബിൾ സ്റ്റഡീസ് ഫോർ ഡമ്മീസ്. സ്തോത്രം. മേടിച്ച് കൂട്ടുക. സ്തോത്രം. അപ്പൻ്റെ പാതമെടുത്തിരുന്ന നിന്നെ ഡമ്മിയാക്കി പുറത്തു കൊണ്ടുവരാനല്ല എൻ്റെ അപ്പൻ്റെ പ്ലാന്. നിന്നെ ഡമ്മിയാക്കി പുറത്തു കൊണ്ടുവരാനല്ല, നിന്നെ ഡമ്മിയായി തള്ളുവാനല്ല. ചിലർ പറയും, പ്രൈസ് ഡോക്ടർമാരുടെ മക്കളെ ഡോക്ടർമാരാകത്തുള്ളൂ. സ്തോത്രം. എന്നോട് പറഞ്ഞ, എൻ്റെ അപ്പനോട് പറഞ്ഞതാ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അപ്പനോട് പറഞ്ഞതാ, കൃഷിക്കാരൻ്റെ മക്കൾ കൃഷിക്കാരാകും. പുള്ളി വാദ്യാരാ ഈ പറഞ്ഞ ആള്. സാറന്മാരുടെ മക്കൾ സാറന്മാരാകുമെന്ന്. അത് കേട്ടോണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഓടിച്ചെന്ന മുറിയിൽ വീണ് കിടന്ന് കരഞ്ഞു. അപ്പനോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു കൃഷിക്കാരൻ്റെ മോനാ, പക്ഷേ ഈ ദേശത്ത് നീ എന്നെ അറിയപ്പെടുന്നൊരു അധ്യാപനാക്കി മാറ്റണം. അതിൽ കുറഞ്ഞൊന്നും എനിക്ക് വേണ്ട, അതിൽ കുറഞ്ഞൊന്നും എനിക്ക് വേണ്ട. മാവലിക്കൽ പോയി ചോദിച്ചാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിക്കാൻ നീ തയ്യാറാണോ കുഞ്ഞെ? സ്തോത്രം. ഡിഗ്രികളൊക്കെ ധാരാളം വാരിക്കൂട്ടി. കൃഷിക്കാരൻ്റെ മോനായതുകൊണ്ട് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിലവിളിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ മുറിക്കകത്ത് കയറി നമ്മുടെ പ്രാർത്ഥനയൊന്ന് മാറ്റാമോ? സ്തോത്രം. നമ്മുടെ പ്രയർ ലൈനിലൊന്നും പ്രാർത്ഥന ലേലം വിളിക്കാൻ ഇടവരരുത്. സ്തോത്രം. വീട്ടിൽ വെറുതെ ഇരുന്നിട്ടും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെ ഒരു പ്രയർ ലൈൻ ഉള്ളപ്പോൾ പ്രൈസ് ദി ലോർഡ്, നിങ്ങളത് തിരസ്കരിക്കരുത് കേട്ടോ. നിങ്ങളതിനെ തൃണവൽഗണിക്കരുത് കേട്ടോ. കാരണം ഒരു പക്ഷെങ്കിൽ നീ ആ പ്രാർത്ഥനയിൽ കയറി നിന്റെ നാവിൽ നിന്ന് വരുന്നൊരു ഒറ്റ വാക്കായിരിക്കും നിന്റെ കുരുടിനെ എൻ്റെ കർത്താവ് മാറ്റുന്നത്. വിശ്വസിക്കാമോ? നീ കയറി പറയുന്നൊരു ഒറ്റ വാക്കായിരിക്കും നിന്റെ കാഴ്ച മാറ്റുന്നത്. സ്തോത്രം. അടുത്ത വാക്ക്, ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഇത് ബൈഡൻ പറഞ്ഞ വാക്കല്ല, ട്രംപ് പറയാൻ പോകുന്ന വാക്കുമല്ല. പുടിൻ കുറേ നാളുകൊണ്ട് പറയുന്നു, മോഡി 10 വർഷം കൊണ്ട് പറയുന്നു. ഇവരുടെ വാക്ക് മുഴുവൻ
നാട്ടിൽ നിന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് ഇപ്പം ചെന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ജീവനില്ലാതെ ചെന്നത്. വാക്കുകളൊക്കെ ഇവിടെ നിൽക്കും. ഒരിക്കലും മാറിപ്പോകാത്ത ഒറ്റ ആളേ ഉള്ളൂ. ഒരിക്കലും മാറിപ്പോകാത്ത ഒറ്റ വാക്കേ ഉള്ളൂ. ഈ അങ്കിളുടെ വാക്ക് മാറും, കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ വാക്ക് മാറും, നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്ക് മാറും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാക്ക് മാറും. വാക്കുമാറാത്തവൻ ഒരുവൻ, വാക്കുമാറാത്തവൻ ഒരുവൻ. അവൻ പറയുക, ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ ഒരു 50% മാറ്റി വെച്ച് ഒരു 20% കിഴിവ്. നമ്മളിപ്പം കടകളിലൊക്കെ നാട്ടിലെ ഏറ്റവും കൂടുതൽ 50% കിഴിവ് നമ്മൾ ഓടിപ്പോയി മേടിക്കും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തുണിയുടെ പകുതിയും കിഴിവ. സ്തോത്രം. ആ കിഴിവല്ലിത്. എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുള്ള ഒരച്ചില്ലക്ഷരം പോലും വിട്ടുപോകത്തില്ലെന്ന്. ഞാൻ നിന്നെ നടത്തും എന്ന് പറഞ്ഞ് കുത്തും കോമായും ഒക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, അതിന് മാറ്റം വരുത്തില്ലെന്ന്. നടത്തുമായിരിക്കും എന്നതിനെ മാറ്റത്തില്ല, നടത്തിയിട്ടുണ്ട് എന്ന് പറയത്തില്ല, നടത്തും. എന്നാൽ നാം പ്രാരംഭത്തിൽ വായിച്ച വാക്ക്, പഴയ നടന്നു വന്ന പാതകളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇതുവരെ വന്നതേ അങ്ങ് ഓട്ടോമാറ്റിക് ഒന്നും ആയിട്ടല്ല. ഇന്നടുത്ത കുടുംബമായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിൽ 10 അച്ഛന്മാർ നെടുനീളത്തിൽ നിന്നിട്ടുണ്ട്. ആന 5-6 ഉണ്ടായിരുന്നു എന്നെല്ലാം വർണ്ണനയാണ്. എൻ്റെ കുഞ്ഞെ, നിൻ്റെ വ്യക്തി ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഇവരാരും കാണത്തില്ല, ഈ കുടുംബക്കാരും കാണത്തില്ല. സ്തോത്രം. വേദന അനുഭവിക്കാൻ നീയേ കാണത്തുള്ളൂ. അല്ല, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. ഇന്ന് പകലിൽ എൻ്റെ അപ്പൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഒരു ചോദ്യം, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നീ കയറത്തില്ല. നീ അല്ലേ പറഞ്ഞേ, ഞാൻ അതിലേക്ക് കയറത്തില്ല. നമ്മൾ ആദ്യം വായിച്ച വാക്യം, അതിലേക്ക് കയറത്തില്ലെന്ന് പറഞ്ഞതാരാ? നീ തന്നെ. പിന്നെ ഞാനെങ്ങനെ നിവർത്തിക്കുന്നേ? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ചിലർക്ക് അനേക വർഷങ്ങൾക്ക് മുൻപ് കയ്യിൽ കിട്ടേണ്ട നന്മകൾ, ഭവനത്തിലെത്തേണ്ട നന്മകൾ, അത് ആത്മിക നന്മകൾ, ഭൗമിക നന്മകൾ, ശാരീരിക നന്മകൾ, മാനസികമായ നന്മകൾ ലഭിക്കാതിരിക്കുവാനുള്ള ഏക കാരണം, നീ ദൈവസന്നിധിയിൽ നിന്റെ മുൻപിൽ വന്ന വാഗ്ദത്തങ്ങളെ നീ തന്നെ തൃണവൽഗണിച്ചു. നീ അതിനോട് നോ പറഞ്ഞു. കാരണം നിന്റെ കാതുകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം നിനക്ക് മതി എന്ന് പറഞ്ഞ് നീ നിൽക്കുകയാ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, അല്ല, ഞാൻ നിന്നെ ഈ വഴിയിലൂടെ കടത്തിക്കൊണ്ടുപോകും. ചരിത്രകാരന്മാർ പറയുന്നു, ചെങ്കടലിൽ അടിച്ച കാറ്റിന് 2,35,000 km/h വേഗത ഉണ്ടായിരുന്നു. 2,35,000 km. എനിക്കറിയത്തില്ല അതിൻ്റെ പ്രൈസിലോ ഗുട്ടൻസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒറ്റ ചോദ്യം, 150 km അടിക്കുമ്പം ആളുകൾ പൊങ്ങി പറന്നു പോന്നു. അങ്ങനെയാണ് ഇത്രയും വേഗത്തിലടിച്ച കാറ്റുകൊണ്ടേ ഈ മനുഷ്യരെ മുഴുവൻ ഇവിടുന്ന് പറത്തിച്ച് അവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാനുള്ള കഴിവ് ഈ കാറ്റിനില്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. വേണ്ട, അവിടം വരെ കൊണ്ടുപോകണ്ട, ഈ ചെങ്കടലിന് അപ്പുറത്ത് കൊണ്ടുപോകരുതായിരുന്നോ? നിങ്ങളിങ്ങനെ നോക്കിയിരുന്നേ? ഇല്ല കുഞ്ഞെ, നിന്റെ വാഗ്ദത്തം പറത്തില്ലല്ല, നിന്റെ വാഗ്ദത്തം ഈ ചെങ്കടലിലൂടെ നടന്നാ പോകണ്ടേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്നത് ഈ ചെങ്കടലാണെങ്കിൽ, കുഞ്ഞെ നിന്നെ എത്തിക്കുന്നത് നിന്റെ വാഗ്ദത്തത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ദാ കിടക്കുന്നു മാറ. സ്തോത്രം. അപ്പോൾ ഇവിടം വരെ കൊണ്ടുവന്ന് അങ്ങല്ലേ, വെള്ളം കുടിച്ചാൽ ദാഹിച്ച് നിൽക്കുമ്പോഴാണോ ഈ കയ്പുവെള്ളം തരുന്നേ? ഇതൊക്കെ നമ്മുടെ ജീവിതമാണ്. കയ്പുവെള്ളം അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ ഒരു ജീവിതാനുഭവം അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. കുഞ്ഞെ, നീ ഇതിൻ്റെ മുൻപിൽ വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആരാണെന്ന് നീ ഒരു പ്രാവശ്യം കൂടെ അറിയൂ. നീ എന്നെ എടുത്ത് നിൻ്റെ കയ്പിനകത്തോട്ട് നിട്ടേ. നീ എന്നെ എടുത്ത് കയ്പിനകത്തോട്ടിട്ടേ. നമ്മളാണ് എന്തോ ചെയ്യുന്നറിയാമോ? 1 കിലോ ഷുഗർ കൊണ്ട് നിന്നകത്ത് കലക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ചില ഇൻഗ്രീഡിയൻസ്, അതും ഗൂഗിളിലുണ്ട്, നമ്മുടേതായ ചില ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് കലക്കിയിട്ട് ഇതിനെ മധുരമാക്കാൻ ശ്രമിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും ഈ കയ്പ് മധുരമാകത്തില്ല. കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല. സ്തോത്രം. ബാക്കിയുള്ള വീട്ടിൽ ചെല്ലും കിട്ടിക്കോളും. സ്തോത്രം.
നിങ്ങളുടെ ആയുസ്സിൽ ശ്രമിച്ചാൽ ഈ കയ്പ് മാറത്തില്ല. നിങ്ങളിതിൻ്റെ ആത്മീയാർത്ഥം മാത്രം എടുക്കുക. എന്നാൽ എൻ്റെ അപ്പനെ, വാഗ്ദത്തം ചെയ്തവനെ നിൻ്റെ ജീവിതത്തിൻ്റെ കയ്പിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അപ്പനോടൊന്ന് പറഞ്ഞ് ക്ഷണത്തിൽ ആ കയ്പിനെ എൻ്റെ അപ്പൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മധുരമാക്കി മാറ്റും. ഇന്ന് ഈ ആരാധനയിൽ കർത്താവിൻ്റെ അഭിഷക്തൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് അയക്കുന്നതിന് മുൻപ് നിന്റെ കയ്പിനെ മധുരമാക്കി വിടുവാൻ കഴിയുന്ന ഒരപ്പൻ ഇന്ന് പകലിൽ ഇവിടെയുണ്ട്. ആ അപ്പൻ നിന്നോട് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ: എന്നെ എടുത്ത് നിന്റെ കയ്പിന്റെ അവസ്ഥയിലേക്ക് ഒന്നിടുവാൻ നീ തയ്യാറായാൽ നീ ഇവിടെ നിന്ന് പോകുന്നത് ഈ മധുരമുള്ള വെള്ളം കുടിച്ചിട്ടായിരിക്കും മുൻപോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം കൂടെ വായിച്ചു നിർത്തുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. പെട്ടതിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ആ ഭാഗം വിടുന്നു. സ്തോത്രം. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. ദൈവാത്മാവ് ദൈവസഭയോട്, ദൈവമക്കളോട് അറിയിക്കുന്നൊരു ദൂത: ഇതുവരെ നീ കാണുക പോലും ചെയ്യാത്ത, സ്വപ്നം പോലും കാണാത്ത ചില അവസ്ഥകളുണ്ട്. ഞാൻ ശക്തമായി നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ സിൻസിയറായി, ആത്മാർത്ഥമായി ഇന്ന് പകൽ പറയുന്നു, നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടില്ലാത്ത, നാം ഇതുവരെ കടന്നു ചെല്ലാത്ത ചില ഭവനങ്ങളിൽ എൻ്റെ കർത്താവ് നമ്മുടെ കാല് വയ്ക്കുവാൻ എൻ്റെ കർത്താവ് ഇടവരുത്തും. നമ്മൾ ആമേനൊക്കെ പറയും, എന്നിട്ട് അടുത്ത മനസ്സിൽ കൂടെ പോകുന്നറിയാമോ? പാസ്റ്റർ അടുത്ത ദിവസം പോവായിരിക്കും, ഇല്ലയോ? സ്തോത്രം. പാസ്റ്റർ പോവായിരിക്കും. പാസ്റ്റർ ഇന്ന് റജി ബ്രദർ പറഞ്ഞ പ്രസംഗം കേട്ടല്ലോ. ദൂത് എന്നോടാ, ദൂത് ഏബലിനോടാ, ദൂത് സ്റ്റീവനോടാ, ദൂത് എൻ്റെ കുഞ്ഞു മോളോടാ. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും നോക്കി ഒരുപക്ഷെ അവരോട് നിങ്ങൾക്ക് സുവിശേഷം പബ്ലിക്കലി പറയുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അവനെ നോക്കി നീ പ്രാർത്ഥനയോടെ യേശുവിൻ്റെ രക്തത്തിൽ നീ ആ വ്യക്തിയെ ഒന്ന് ക്ലെയിം ചെയ്യുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണും. എൻ്റെ ഭവനത്തിൽ ഞാൻ മുസ്ലിം സഹോദരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈന്ദവ സഹോദരന്മാരെ കർത്താവിൻ്റെ വീട്ടിനകത്ത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷേ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് സുവിശേഷം പറയാനല്ല, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ കർത്താവ് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ഓർത്തഡോക്സ് ബ്രാഹ്മിൺസ് പൂർണ്ണനൂലിട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, താറൊടുത്ത് നിൽക്കുന്ന, പ്രൈസ് ദി ലോർഡ് ഓർത്തഡോക്സ് ബ്രാഹ്മിൺ ഡോക്ടർമാർ പറഞ്ഞ 6 മാസമേ നീ ജീവിച്ചിരിക്കത്തുള്ളൂ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്നും 18 വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യത്തോടും ബലത്തോടും ബാംഗ്ലൂർ പട്ടണത്തിൽ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവർ ജീവനോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ്. ചില സാഹചര്യങ്ങളിൽ നീ കയറി നിൽക്കുമ്പോൾ, ചില ഇടങ്ങളിലേക്ക് നീ അടുത്ത് ചെല്ലുമ്പോൾ നിനക്ക് പോലും പറയുവാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ ദൈവകൃപ നിന്റെ മേൽ പകരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നീ ആശ്രയിച്ച അവന്റെ വാഗ്ദത്ത വചനങ്ങളെ നീ മുറുകെ പിടിച്ച് നീ അതിനെ ഒന്ന് ക്ലെയിം ചെയ്യുവാൻ തയ്യാറായാൽ നിന്റെ കൈ കൊണ്ട് തന്നെ അവരുടെ കരം പിടിച്ച് കൊണ്ടുവരുമെന്നേ. സ്തോത്രം. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വാത്സല്യ ഡെന്നിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു വാക്ക് വീണ്ടും പബ്ലിക്കായി പറയുന്നു, വെറുതെ അല്ല ഈ മകനെ, ഈ കുടുംബത്തെ ദൈവമോടെ അയക്കുന്നത്. ആ ദേശത്തോട് എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ മനസ്സലിവ് തോന്നിയിട്ട, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എരിവുള്ള ഹല്ലേലൂയ നിലവിളിക്കുന്ന ഒരു കുടുംബത്തെ ദൈവമോടെ അയക്കുന്നത്, ചില ഭവനങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ. ഈ കുഞ്ഞു പ്രിയ ജുവലിന് ഫിലഡൽഫിയയിൽ ഡയറക്ടർ പൊസിഷന് കയറാൻ ഒക്കാത്തതുകൊണ്ടാണോ ഇവനെ ഷിക്കാഗോയ്ക്ക് വിടുന്നേ? സ്തോത്രം. തിരിച്ച് പെൻസിൽവേനിയയിലൊക്കെ വരും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷെ ദൈവം അവനെ അവിടെ അയക്കുന്നത് ചിലതിനെ പിടിച്ചു കൊണ്ടുവരുവാനോ, ചിലതിനെ വീണ്ടെടുക്കാനാ. ഈ ഉത്തരവാദിത്വം നമുക്കൊന്ന് ഏറ്റെടുക്കാമോ? ചില കുരുടന്മാരുടെ കാഴ്ച കൊടുക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. പക്ഷെ അത് എന്നിൽ ആരംഭിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഈ കുരുടൊന്ന് മാറ്റണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? വല്ലവരെ നോക്കി അവൻ കുരുടനാ, അവൻ പാപിയാ, പ്രൈസ്, അവൻ ദോഷിയാ, ഇതൊക്കെ പറഞ്ഞിരുന്ന് സമയം കളഞ്ഞ് നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടുത്താതെ
മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച അതിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫി എഴുതാതെ നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അപ്പ ഞാൻ കുരുടനാ, എനിക്ക് കാഴ്ച വേണമെന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകും? നിന്റെ വ്യക്തി ജീവിതത്തെ കർത്താവ് മാറ്റും, നിന്റെ കുടുംബത്തെ കർത്താവ് മാറ്റും, നീ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റും. നീ കടന്നു വന്ന ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ദേശത്ത് ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷക്തനോട്, ദൈവജനത്തോട് ഒരു ദൂത് വിളിച്ചു പറയുന്നു, നീ കടന്നു ചെല്ലാത്ത, നീ നിൽക്കാത്ത, നീ ഇതുവരെ പോകാത്ത ചില ഭവനങ്ങൾ, ചില പട്ടണങ്ങൾ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ട് എത്തിച്ചിട്ട് അതിനെ എൻ്റെ കർത്താവിന് വേണ്ടി നേടുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കി തീർക്കും. എനിക്ക് പറ്റില്ല എന്ന് പറയരുത്, എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. അവൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.